ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയണത് കൂർക്ക വിളവെടുപ്പാണ് കേട്ടോ. അപ്പോൾ അമ്മ തൂമ്പ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഒരു 6 മാസം മുൻപ് നട്ടതാണ് കേട്ടോ കൂർക്കത്തൈ. ശരിക്കും കൂർക്കയുടെ വിളവെടുപ്പ് എന്ന് പറയണത് 6 മാസമാണ്. അപ്പോൾ അമ്മ ഒരു 6 മാസത്തോളം ആയി കൂർക്ക നട്ടിട്ടും. അപ്പോൾ ഇന്നത് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ നാട്ടിലെത്തിയ സമയത്ത് അപ്പോഴല്ലേ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതിൻ്റെ പരിപാടി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെ, ഞങ്ങളങ്ങനെ കൂർക്ക വിളവെടുക്കാൻ തുടങ്ങി. അതായത് മണ്ണ് ഒരുപാട് ഇളക്കേണ്ടി ഒന്നും വരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വാട്ടർ ടാങ്കിൻ്റെ സൈഡിൽ തന്നെയാണ് കൂർക്ക നട്ട് പിടിപ്പിച്ചേക്കണം. അപ്പോൾ നല്ല വെയിലും വെള്ളവും കിട്ടുന്ന സ്ഥലത്ത് തന്നെ വേണം കേട്ടോ നമുക്ക് കൂർക്ക വെച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അമ്മ വെച്ച് പിടിപ്പിച്ചേക്കണം. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അമ്മ വിളവെടുത്തിരുന്നു. ഇവരൊക്കെ മണ്ണിലെ ജോലിക്കാരാണ് കേട്ടോ, നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. ഇവരില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൃഷി ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. അപ്പം എനിക്കങ്ങനെ അറപ്പൊന്നുമില്ല കേട്ടോ, ഇതിനെ അങ്ങനെ തൊടാനും അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ കണ്ണന് ഭയങ്കര പേടിയാട്ടോ. ഇത് കാണുന്ന ആൾക്കാർക്ക് അറപ്പുണ്ടോയെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരുപാട് ആഴത്തിലൊന്നും അല്ല കേട്ടോ. അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തോ കടയിൽ നിന്ന് കറി വയ്ക്കാനായിട്ട് കൂർക്ക മേടിച്ചത് ബാലൻസ് വന്നപ്പോൾ അമ്മ വെച്ച് വെറുതെ കൊടുത്താണ് കേട്ടോ. അതാണ് കേട്ടോ ഇത്രയും നന്നായി തഴച്ച് വളർന്നേക്കണേ. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂർക്ക വിളവെടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ അമ്മ കുറച്ച് കാന്താരിത്തെ അവിടെ എവിടേക്കായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാന്താരി കുറച്ച് മോശമായി തുടങ്ങി, കാരണം അതിൽ കുരുടിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഞാനാണെങ്കിൽ അതിൽ വേപ്പിൻ പിണ്ണാക്കും വേപ്പെണ്ണയും അതുപോലെ വെളുത്തുള്ളിയും സോപ്പുള്ള മിക്സൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുരുടിപ്പം മാറും. അമ്മ പിന്നെ അതൊന്നും ചെയ്യാറില്ല കേട്ടോ. അവരവിടെ കിടന്ന് വളരും, വേണമെങ്കിൽ വളർന്നു എന്നുള്ളൊരു രീതി ആയതുകൊണ്ട് അവർ സ്വയം പ്രതിരോധ ശേഷിയൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാന്താരിത്തേക്ക് കിട്ടി. അത് കഴിഞ്ഞ് വേറൊരു ഏരിയയിൽ അമ്മ കുറച്ചും കൂടി കൂർക്കത്തെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞങ്ങൾ പറിക്കാമെന്ന് വിചാരിച്ചേ. അത് പക്ഷേ അധികം ആയിട്ടില്ല, എനിക്ക് തോന്നുന്നു 6 മാസം ആയിട്ടില്ല, ഒരു 5 മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അമ്മ പറയും നമുക്ക് അതും കൂടി പറിച്ച് നോക്കാം, എന്തായാലും ഒരു ഉപ്പേരിക്കുള്ളത് കിട്ടണമല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അതും കൂടി എടുത്തു. പക്ഷേ വളമൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ സ്ഥലം പാലക്കാടാണല്ലോ, കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് നല്ല മണ്ണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരാറില്ല കേട്ടോ. എന്ത് വെച്ച് കൊടുത്താലും ഒരുപാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും എന്താ പറയുക, നല്ല അത്യാവശ്യമായിട്ട് നമുക്ക് വിളവൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞ് കൃഷിക്കാരനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അമ്മ എൻ്റെ വീഡിയോ എടുക്കും, അമ്മ എൻ്റെ വീഡിയോ എടുക്കും, ഞാൻ വരുന്നത് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ വരുന്നത്. അപ്പോൾ അമ്മ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചു തരാൻ പറ്റുന്നത് തന്നെ. അമ്മ ഈ പ്രായത്തിലും എന്ത് ജോലിക്കും ഒരു മടിയും കൂടാതെ എന്താ പറയുക, വയ്യെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അമ്മയും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇത്രയും കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ 10 പേര് കാണുമ്പോൾ അതിനേക്കാളും സന്തോഷം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.